കഴിഞ്ഞ 10 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഭരണത്തിൽ വന്ന ഈ 10 വർഷക്കാലം ഒരു വർഗീയ കലാപവും നടക്കാത്ത ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം ഈ കേരളം മാത്രമാണ് എന്ന അഭിമാനത്തോടെ പറയാൻ നമുക്ക് സാധിക്കുന്നത് ഈ പ്രത്യേകത കൊണ്ടാണ്. ഈ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ഒരു ജനതയുടെ പരിപൂർണമായ പിന്തുണയും ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയും കൊണ്ടാണ് നമുക്ക് ഈ നേട്ടമുണ്ടാക്കാൻ ഇന്ത്യയിൽ സാധിച്ചത്. ഇതുമാത്രമല്ല, കേരളത്തിലെ ജനങ്ങളെ പുതിയ തലത്തിലേക്ക് ഉയർത്താനാണ് ആധുനിക കേരളം അല്ലെങ്കിൽ പുതിയ കേരളം, നവകേരളം. നമ്മളെല്ലാ മേഖലയിലും മുൻപന്തിയിൽ നിൽക്കുകയാണ്. അങ്ങനെ മുൻപന്തിയിൽ നിൽക്കുമ്പോൾ കേരളത്തിന് തരേണ്ടുന്ന പണം ഏതാണ്ട് 2 ലക്ഷം കോടി റുപ്യ കേന്ദ്ര ഗവൺമെൻറ് ഈ കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് തരുന്നില്ല. 2 ലക്ഷം കോടി റുപ്യ ഗവൺമെൻറ്, കേരളത്തിലെ ഗവൺമെൻറ്റിന് കിട്ടേണ്ടുന്ന ആനുകൂല്യമാണ്. ഇവൻ്റെ ഒന്നും ഓശാരം വാങ്ങുന്നതല്ല, ഏതെങ്കിലും സംഭാവന ചോദിക്കുന്നതല്ല. ഞങ്ങൾക്ക് കിട്ടേണ്ടുന്ന ആനുകൂല്യം തരുന്നില്ല. അതാ ഞാൻ പറഞ്ഞ ഫെഡറൽ സംവിധാനത്തിൽ നിന്ന് തികച്ചും മാറിയ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കേരളത്തിൽ നിന്ന് ഒരു തരത്തിലും പിന്നോട്ടേക്ക് പോകാൻ, ഈ വികസന പ്രക്രിയയിൽ നിന്ന്, ഈ ക്ഷേമ പദ്ധതികളിൽ നിന്ന് പിന്നോട്ടേക്ക് പോകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സഖാവ് പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിന് സാധിക്കുകയുമില്ല. അങ്ങനെ വന്നപ്പോഴാണ് 2025 നമ്മൾ വളരെ വ്യക്തമായിട്ട് പ്രഖ്യാപിച്ച ഒരു ഉന്നം. അത് മുമ്പേ തന്നെ 4 കൊല്ലം മുമ്പേ പ്രഖ്യാപിച്ചതാണ്. 2025 നവംബർ 1-ാം തീയതി ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി അതിദരിദ്രരില്ലാത്ത രാജ്യമായി, ഒരു നാടായി കേരളത്തെ പ്രഖ്യാപിക്കുമെന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഖ്യാപനം 2025 നവംബർ മാസം 1-ാം തീയതി കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പരസ്യമായിട്ട് ലോകത്തോട് പ്രഖ്യാപിച്ചു. അതിദാരിദ്ര്യമില്ലാത്ത ലോകത്തിലെ ചൈന കഴിഞ്ഞാൽ ഒരേ ഒരു നാട് ഈ കേരളമാണ് എന്ന് പ്രഖ്യാപിക്കാൻ നമുക്കായി. അതിദാരിദ്ര്യമില്ല. ഇനി നമ്മളിപ്പോൾ പറഞ്ഞത് ദാരിദ്ര്യം തന്നെ ഇല്ലാതാക്കുമെന്നാണ്. അതിദാരിദ്ര്യം മാത്രമല്ല, ദാരിദ്ര്യം തന്നെ ഇല്ലാതാക്കുക, തൊഴിലില്ലായ്മ ഉൾപ്പെടെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള കേഡസ്കിൻ്റെ ബൃഹത്തായ പദ്ധതി നടപ്പിലാക്കുക, സ്വയം സംരംഭകത്തിൻ്റെ ഭാഗമായിട്ട് 3.5 ലക്ഷം ആളുകളെ രജിസ്റ്റർ ചെയ്ത് പണി ആരംഭിച്ചു. 7 ലക്ഷം ആളുകൾക്ക് ചുരുങ്ങിയത് ജോലി കിട്ടി. ഇങ്ങനെ കേരളം ലോകത്തിന് മാതൃകയാണ്. എല്ലാവർക്കും വീട് എന്ന ലൈഫ് പദ്ധതിയുടെ പരിപാടി 5 ലക്ഷത്തിലധികമായിട്ട് മാറുകയാണ്. എല്ലാവർക്കും ഭൂമിക്ക് പട്ടയം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 5 ലക്ഷത്തിലധികം ആൾക്ക് പട്ടയം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ ലോകത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ നാടായിട്ട് കേരളം മാറുകയാണ്, ലോകോത്തരമാവുകയാണ്. ആതുര ശുശ്രൂഷ ഉൾപ്പെടെ ജനകീയ ആരോഗ്യ പ്രസ്ഥാനം ലോകത്തിന് മാതൃകയാണ്. അവരെ വിസ്മയിപ്പിക്കുന്നതാണ് കേരളത്തിൻ്റെ കോവിഡ് കാലഘട്ടം മുതൽ ഇങ്ങോട്ടുള്ള കാലം അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ലോകത്തിന് മാതൃകയാവുന്ന രീതിയിൽ, ഇന്ത്യക്കല്ല ഞാൻ പറയുന്നത്, ലോകത്തിന് മാതൃകയാവുന്ന രീതിയിൽ ഏറ്റവും പിന്നണിയിൽ കിടന്ന ഒരു നാടിനെ 1957 സഖാവ് EMSൻ്റെ ഗവൺമെൻറ് മുതൽ ഇപ്പോൾ സഖാവ് പിണറായി വിജയൻ്റെ 2-ാം ടേമിലെ ഗവൺമെൻറ് വരെ നമ്മളെല്ലാം നടത്തിയ കൂട്ടായ്മയുടെ ഫലമായി ലോകത്തിന് മാതൃകയാവുന്ന രീതിയിൽ ലോകത്തെ വികസിതവും അവികസിതവുമല്ല അർദ്ധവികസിതവുമായ, ലോകത്തെ വികസിതവും അർദ്ധവികസിതവുമായ 300 കൊല്ലത്തിലധികം ജനാധിപത്യ വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞ അത്തരം രാജ്യങ്ങളിലെ പാവപ്പെട്ട ജനങ്ങളുടെ ജീവിത നിലവാരത്തേക്കാൾ, അതിൻ്റെ ഒപ്പല്ല, ആ ജനങ്ങളുടെ ജീവിത നിലവാരത്തേക്കാൾ മെച്ചപ്പെട്ട ജീവിത നിലവാരമുള്ള ഒരു ജനതയെ കേരളത്തിൽ സൃഷ്ടിക്കുക എന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ടേക്ക് വെക്കുന്ന നവകേരളം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതാ കേരളം. അതിനു വേണ്ടിയിട്ടാണ്, അതിനുവേണ്ടി നമ്മുടെ വികസന പ്രക്രിയയെ മുന്നോട്ടേക്ക് നയിക്കണം. രാജ്യത്തിൻ്റെ തൊഴിലില്ലായ്മ പ്രശ്നം പരിപൂർണമായിട്ട് നമുക്ക് പരിഹരിക്കാനാവണം. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലുള്ള നേട്ടം ശക്തിവത്തായിട്ട് നിലനിർത്തണം. അങ്ങനെയാണ് ഞങ്ങൾ പറഞ്ഞത് വിജ്ഞാന സമൂഹം. ഇന്ത്യയിൽ ലോകത്ത് തന്നെ ആ രീതിയിൽ പറയുന്ന രാജ്യങ്ങളില്ല, നാടില്ല. അതാണ് കേരളം, വിജ്ഞാന സമൂഹം. വിജ്ഞാന സമൂഹം മാത്രമല്ല, വിജ്ഞാന സമ്പദ് വ്യവസ്ഥ. ലോകത്തൊരു രാജ്യവും പറയാത്തതാണ്. ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നട്ടെല്ല് എന്ന് പറഞ്ഞാൽ പണമാണ്, പണമൂലധനം. ആ പണമൂലധനത്തിന് പകരം കേരളത്തിൽ വിജ്ഞാനത്തെ മൂലധനമാക്കുക. വിജ്ഞാന മൂലധനം, നോളജ്, അറിവ്, അതുപയോഗിച്ച്
നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ വലിയ രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. സ്റ്റാർട്ടപ്പ് മിഷൻ 15,000-ഓളം വരുന്ന എണ്ണം ആ നിലയിലേക്കാണ് കാര്യങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പണം ലഭിക്കാൻ യാതൊരു പ്രയാസവും കേരളത്തിൽ ഏത് വികസനത്തിനും പണം കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മൾ വിളിച്ചു ചേർത്ത ഏറ്റവും പ്രധാനപ്പെട്ട സുമ്മിറ്റിൻ്റെ ഭാഗമായി 2 ലക്ഷം കോടി റുപ്യ ഈ കേരളത്തിന് വേണ്ടി മുടക്കാൻ തയ്യാറാണ് എന്ന് 26 രാജ്യങ്ങളിൽ നിന്ന് പങ്കെടുത്ത 2500 ആളുകളിൽ നിന്ന് കൃത്യമായിട്ട് ലഭിച്ച ആധാരത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നതാണ്. 2 ലക്ഷം കോടി. അപ്പോൾ ഈ കേരളത്തിൻ്റെ ചിത്രം മാറും. മധ്യ കേരളമായാലും വടക്കൻ കേരളമായാലും തെക്കൻ കേരളമായാലും എല്ലാറ്റിൻ്റെയും ഒരു വളർച്ചയുടെ ഒരു കുതിപ്പിൻ്റെ ഒരു പ്രത്യേക കാലഘട്ടത്തെയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. അതിലൊക്കെ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ കഴിയണം. ഒരാധുനിക കേരളമാക്കി ലോകത്തിൻ്റെ മുമ്പിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്നൊരു നാടാക്കി ഈ കേരളത്തെ മാറ്റാൻ, അഴിമതി പൂർണ്ണമായിട്ട് ഇല്ലായ്മ ചെയ്ത് മുമ്പോട്ടേക്ക് പോകാൻ, ജനങ്ങൾക്ക് സേവനങ്ങളെല്ലാം അവിടെ കൈവിരൽ തുമ്പിൽ കിട്ടാൻ, എല്ലാ അർത്ഥത്തിലും ലോകത്തിൻ്റെ മാതൃകയായിട്ട് ഈ കേരളത്തെ മാറ്റാനുള്ള സമഗ്രമായ പ്രവർത്തനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് ചരിത്രത്തിലാദ്യമായിട്ട് 2ാം ടേമിൽ ലഭിച്ചു. ഇനി ചരിത്രത്തിലാദ്യമായി 3ാം ടേമിലേക്കുള്ള യാത്രയാണ് നമ്മൾ നടത്താൻ പോകുന്നത്. അതിൻ്റെ ഇടയിൽ വന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഇപ്പോൾ ജനങ്ങളുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ ഈ വീടുകളെല്ലാം കയറി ഞങ്ങൾ ആ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട്. അവർക്ക് പറയാനുള്ളത് അവർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് പറയാൻ ഉള്ളത് ഞങ്ങളും അങ്ങോട്ട് പറയുന്നുണ്ട്. ഈ ആശയവിനിമയത്തിലൂടെ പാർട്ടിയെ കൂടുതൽ കരുത്തുറ്റ പ്രസ്ഥാനമാക്കി മുന്നോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ ഭാസ്കരനെ പോലെ ജീവിതം മുഴുവൻ ഈ പാർട്ടിക്കും പ്രസ്ഥാനത്തിനും വേണ്ടി ത്യാഗപൂർണമായ പ്രവർത്തനത്തിലൂടെ കാഴ്ചവെച്ച സഖാവ് ഭാസ്കരന്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.